വടകരയിൽ ഇന്നലെ കരിമ്പനപ്പാലത്ത് അവിടെ കാരവനിൽ രണ്ടുപേരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടിരുന്നു. അവരെ തിരിച്ചറിയുകയൊക്കെ ചെയ്തിരുന്നു. ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്? രാത്രിയോടുകൂടിയാണ് വടകര കരിമ്പനപ്പാലത്ത് കാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയാണ് ഒരു കാരവാൻ പ്രദേശത്ത് ഉണ്ടോ എന്ന് തിരക്കുന്നത്. അതിന് പിന്നാലെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒരു കാരവാൻ, അതിനുള്ളിൽ രണ്ട് മൃതദേഹങ്ങളും കണ്ടത്. കാരവാൻ ഞായറാഴ്ച മുതൽ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ കാണുന്നത്. ഒരു മൃതദേഹം ഈ കാരവാന്റെ സ്റ്റെപ്പിന്റെ മുകളിലും മറ്റൊന്ന് ബെർത്തിലും കിടക്കുന്ന രീതിയിലായിരുന്നു. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടത്. ഏതായാലും ദുരൂഹതയൊക്കെ തന്നെയും സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. നിലവിൽ 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. അതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് നീങ്ങും. പ്രാഥമികമായ പരിശോധനയിൽ പോലീസൊക്കെ തന്നെയും പറയുന്നത് കാരവാനാണ്. ഒരൊറ്റ വിൻഡോ മാത്രമാണ് ഉണ്ടായിരുന്നത്. AC-യിൽ നിന്നുള്ള ഗ്യാസ് ലീക്കേജ് കൊണ്ടായിരിക്കും ഈ മരണം സംഭവിച്ചത് എന്നതാണ് പ്രാഥമികമായി പോലീസ് പറയുന്നത്. മറ്റു ദുരൂഹതകളൊന്നും തന്നെയും ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. ഈ രണ്ടുപേരും മരണപ്പെട്ട ഒരാൾ കണ്ണൂർ സ്വദേശിയാണ്, മറ്റൊരാൾ മലപ്പുറം വണ്ടൂർ സ്വദേശിയാണ്. ജോയലാണ് കണ്ണൂർ സ്വദേശി, മനോജ് ഡ്രൈവറാണ്, അദ്ദേഹം വണ്ടൂർ സ്വദേശിയാണ്. ഇവർ രണ്ടുപേരും എടപ്പാളിൽ നിന്ന് ഒരു വിവാഹ സംഘത്തെ കണ്ണൂരിൽ ഇറക്കി തിരിച്ചു വരികയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കരിമ്പനപ്പാലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഇവരെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി പോലീസ് പറയുന്നു. ഏതായാലും ഈ കാരവാനിൽ നിന്നുണ്ടായ ഗ്യാസ് ലീക്കേജ് തന്നെയാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം. ഈ മനോജ് ഡ്രൈവർ മരണവെപ്രാളത്തിൽ ഓടി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോറിന് സമീപത്തായി മൃതദേഹം കാണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ അതൊരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എല്ലാ ദുരൂഹതകളും കേന്ദ്രീകരിച്ച് നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മൃതദേഹം കാരവാനിൽ തന്നെയാണ് ഉള്ളത്. ഫോറൻസിക് സംഘം, ഡോഗ് സ്ക്വാഡ് ഒക്കെ എത്തിയതിനു ശേഷം മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ശരി മേഘ.